ചോരയും നീരും എനിക്കായി നൽകിയ ക്രൂശിത നിന്നെ ഞാൻ ആരാധിപ്പൂ. ചോരയും നീരും എനിക്കായി നൽകിയ ക്രൂശിത നിന്നെ ഞാൻ ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിലാണ് രക്തത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് നമ്മൾ കണ്ടെത്തുന്നത്. അത് ഇപ്രകാരമാണ് പറയുന്നത്: ഒരു രോഗി, പ്രത്യേകിച്ച് കുഷ്ഠരോഗമൊക്കെ വളരെ പ്രിവലൻ്റ് ആയി നിന്ന സമയത്താണ് ദൈവം അരുൾ ചെയ്യുന്നത് അവരോട്, നിങ്ങൾ രക്തം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നുള്ളത്. നമ്മുടെ ഈ ഒരു ടൈറ്റിൽ തന്നെ ചോരയും നീരും എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ ശുദ്ധീകരണ പ്രോസസ്സ് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ന് ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ സൗഖ്യം ആഗ്രഹമുണ്ടെങ്കിൽ, സൗഖ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ രക്തം കൊണ്ട് നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുവചനം മുഴുവൻ ഇങ്ങനെ പറയുന്നത്, ലേവ്യരുടെ പുസ്തകത്തിൽ ആ രോഗികളായിട്ടുള്ളവർ ആ രക്തം കൊണ്ട് കഴുകി ഈസോഫിൻ്റെ ചെടി കൊണ്ട് അതിങ്ങനെ പൂർണ്ണമായി അവരുടെ ദേഹത്ത് 7 പ്രാവശ്യം തെളിച്ചപ്പോൾ അവർക്ക് വലിയ സൗഖ്യങ്ങൾ സംഭവിച്ചു എന്ന് തിരുവചനം പറയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാണ്, ക്രൂശിതനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അടയാളം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ രക്തം എന്താ തരുന്നത്? നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം തരുന്ന ആദ്യത്തെ അഭിഷേകം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളും അവിടുന്ന് തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും മേഖലകളൊക്കെ രോഗിയായി നീ കഴിയുന്നുണ്ടോ? നിന്നെ രോഗത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ് ഈസ് ഇനഫ്. ഈശോയുടെ രക്തത്തിന് അതിനുള്ള ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഈ ദിവസങ്ങളിൽ പറയുന്നത്, കൊറോണ വന്ന് ജനം ഇങ്ങനെ ആർത്തിരമ്പുന്ന പോലെ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വാക്സിനേറ്റ് ചെയ്യേ. യേശുക്രിസ്തുവിൻ്റെ രക്തം നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിറയാനായിട്ട് നീ പ്രാർത്ഥിക്കാനാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നേഹിതരെ, നമ്മുടെ മുമ്പിലുള്ള ഈ നോമ്പുകാലത്തെ സാധ്യതയാണ്. ഈശോയുടെ ക്രൂശ് ധ്യാനിക്കുന്നവർക്ക് ഈശോ കൊടുക്കുന്ന വലിയ ഒരു കോംബോ ഓഫർ പോലെയാണ് നിന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിച്ച് നിന്നെ സൗഖ്യത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടെത്തുന്നത്, കർത്താവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് കാണുന്നത്, അവൻ്റെ വിലാപുറത്ത് കുത്തിയവന് പോലും സൗഖ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവനായിരുന്നു അന്ധനായ മനുഷ്യൻ. ആ പടയാളി ഒറ്റക്കണ്ണുകൊണ്ട് ജീവിച്ചിരുന്ന ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ കുരിശിൻ്റെ അവിടെ വന്ന് ഈശോയെ നോക്കി ഈശോയെ വേദനിപ്പിച്ചപ്പോൾ പോലും അതിലൂടെ ഈശോയുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ടും അവനെ വിശുദ്ധീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹിതരെ, നമുക്ക് ഇന്ന് മുതൽ ഈശോയോട് പ്രാർത്ഥിക്കണം: ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം വേണം. ഒരുപാട് രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവരാണ്. മാനവകുലം മുഴുവൻ ഇങ്ങനെ മഹാമാരി കൊണ്ട്, രോഗദുരിതം കൊണ്ട് ക്ലേശിക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് ഈശോയോട് പറയാം: ഈശോയെ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി എനിക്കൊരു സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഈ നോമ്പിൻ്റെ വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ കുരിശുമരണം ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും സൗഖ്യത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പരിശുദ്ധ മറിയം വഴി, ഈശോയുടെ രക്തം വഴി സംഭവിക്കാനിട വരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.